परमेश्वर हमने सहायता की, इसलिए प्रभु को धन्यवाद करते हैं। ഹല്ലേലൂയ. നിങ്ങളുമായിട്ട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. और आपके साथ जो परमेश्वर दिया हुआ सुंदर समय के लिए प्रभु को धन्यवाद करते हैं। പ്രത്യേകിച്ച് ബിജു പാസ്റ്ററുമായിട്ട് ഒന്നിച്ച് നിങ്ങളോട് കൂടെ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദി പറയാം. और पास्टर बिजू के लिए धन्यवाद, उनके साथ इस मीटिंग में आने के लिए प्रभु सहायता किया, धन्यवाद, प्रभु की महिमा हो। ഇന്ന് കൂടി വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. और आए हुए सारे व्यक्तिगत जीवन को, परिवार को प्रभु यीशु मसीह के नाम से मैं आपको आशीष करता हूँ। ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലയിലും കർത്താവിന്റെ परमेश्वर आपको बहुतायत से आशीष करे आपके जीवन की सारे एरिया में। ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് കർത്താവുമായിട്ട് നിങ്ങളെ മുമ്പിൽ വരുവാൻ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ് തന്ന വചനത്തിൽ നിന്ന് നമ്മളായിരിക്കുന്ന ഈ സിറ്റുവേഷൻ ഹല്ലേലൂയ കൊറോണയുടെ കാലമാണ്. और अभी ഹലോ अभी चारों तरफ एक कोरोना बीमारी फैले हैं। ഈ കാലത്ത് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന നാളെ പറ്റി ഓർത്ത വിചാരങ്ങളാണ്. നാളെ പറ്റി എന്താകും എന്നുള്ള കൺഫ്യൂഷനിലാണ്, പ്രയാസത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. और बहुत सारे लोग कल के बारे में चिंतित हैं और सोच रहे हैं कि कल क्या होगा। എന്നാൽ ദൈവവചനം നമ്മളെ പറ്റി എന്തു പറയുന്നു, നമ്മൾ എന്തായിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ആവശ്യം. और जो परमेश्वर का वचन हमारे बारे में क्या बोलता है, उस बातों को हम समझना बहुत जरूरी है। നമുക്കൊരു വചനം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1 कुरिन्ती 7-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. और 7 अध्याय का 32 वचन। നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. और നിങ്ങൾ 1 കൊരിന്ത്യർ 7:32. ओके, 1 कुरिन्ती 7 का 32। अंत मैं यह चाहता हूँ कि तुम्हें चिंता ना हो। ഹല്ലേലൂയ. आमीन। ഹല്ലേലൂയ. ഈ കാലത്ത് ഈ വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു വചനമാണ്. और पिछले दिनों में परमेश्वर ने मुझसे बात किया हुआ एक वचन है। ഇന്ന് ലോകത്ത് അനേക ആത്മഹത്യകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിനിമാ താരം ഹല്ലേലൂയ എത്രയോ പേര് പല ഡിപ്രഷനും കാര്യങ്ങളുമായിട്ട് ആത്മഹത്യയിലേക്കൊക്കെ പോയിരിക്കുന്നു. और जो हम देख रहे हैं कि दिनों में बहुत सारे लोग अलग अलग समस्या में आत्महत्या कर रहे हैं। एक फिल्म स्टार भी आत्महत्या, आज यस्तेर का स्कूल का एक क्लास के एक बच्चे ने भी आत्महत्या किया 10वीं का। ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവരുടെ ഉള്ളിൽ അലട്ടുന്ന ചിന്താഭാരങ്ങൾ കൊണ്ടാണ് അവർ ഇതിലേക്ക് കടന്നുപോയത്. और ऐसा क्यों करता है? क्योंकि वो चिंतित होकर, व्याकुल होकर फिर वो निराशा में चले जाते हैं। അവർ നാളെ പറ്റിയുള്ള വിചാരങ്ങൾ, നാളെ എന്താകും, എൻ്റെ ഭാവി എന്തായി തീരും എന്നുള്ള ആകുലമാണ് അവർക്ക് ആ പ്രത്യാശ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ അവരെ ഇടയാക്കിയത്. और सोचते हैं कि कल क्या हो जाएगा, ऐसा सोच के वो चिंतित होता है। फिर वो चिंता उनको उस आत्महत्या की ओर ले जाता है। നമ്മളെ പറ്റി ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. और हमारे बारे में परमेश्वर का वचन क्या बोलता है, उस विषय में हम सोचेंगे। വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നും ദൈവവചനം എന്താണ് പറയുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. और जो नया जन्म पाया हुआ प्रभु के लोग क्या सोचना चाहिए, परमेश्वर का वचन क्या बोलता है, हम देखेंगे। ഇവിടെ ദൈവവചനം പറയുന്നത് നിങ്ങൾ ചിന്താകുലം ഇല്ലാത്തവരായിരിക്കണം എന്ന്. और परमेश्वर का वचन कहता है कि मैं यह चाहता हूँ कि तुम्हें चिंता ना हो। ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ചിന്തിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. और एक मनुष्य का जीवन में स्वभाव में ऐसा है कि वो सोचता है, काफी सोचता है। അവൻ സംസാരിക്കുന്നത് ചിന്തിച്ചാണ് സംസാരിക്കുന്നത്. और जब बात करते हैं
समय सोचते हैं, അവൻ പ്രവർത്തിക്കുന്ന ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. जब कुछ काम करेगा तो सोचकर काम करते हैं. നാം ഇന്ന് സന്ധ്യാസമയം ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ നാളത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, ഭവനത്തിന് വേണ്ട ആഹാരം എല്ലാം ഇന്ന് തന്നെ ചിന്തിച്ച് കഴിയുന്നത് എല്ലാം റെഡിയാക്കി തന്നെ വെച്ചിരിക്കും. और हम आज घर में हैं तभी भी हम कल के बारे में सोचेंगे, क्या खाना बनाएंगे, बच्चों के लिए क्या करेंगे, ये सब हम सोच कर हम बैठे हैं. എല്ലാം മനുഷ്യനായ നാം ഓരോരുത്തരും നമ്മുടെ ഭാവിയെ പറ്റി ചിന്തിച്ചിരിക്കും. और जो मनुष्य हम है इस धरती पर हमारा भविष्य के बारे में हम सोचते हैं. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുക, और पौलुस प्रेरित कहता है, നിങ്ങൾ ചിന്താകുലം और तुम्हारी चिंता, ചിന്തിക്കാതിരിക്കൽ എന്നല്ല പറഞ്ഞേ, ആകുലം. और सोचना नहीं, ऐसा नहीं है, चिंता नहीं होना चाहिए. ആകുലം, നിങ്ങൾ ചിന്തിച്ച് ആകുലപ്പെടരുത് എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. तुम चिंतित होकर ऐसा व्याकुल होना नहीं चाहिए, वो पौलुस की बताने की अर्थ है. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ നീളത്തിനോ ഒരു മുഴമെങ്കിലും കൂട്ടാൻ പറ്റുമോ? और इसलिए यीशु मसीह ने कहा, तुम व्याकुल होकर चिंता करके एक घड़ी तुम आगे भी पीछे भी नहीं कर सकता है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. നമ്മളെ ചിന്തിച്ച് ആകുലപ്പെടാൻ ഇടയാക്കരുത്. और हम सोचकर हम चिंतित होकर व्याकुल नहीं होना चाहिए. ഈ സാഹചര്യത്തിൽ ഇത് പറയുമ്പോൾ കൊറോണ സമയത്ത് നമുക്ക് പലപ്പോഴും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, വരുമാന മാർഗങ്ങൾ പലയിടത്തും തടയപ്പെട്ട് നമ്മുടെ പ്രവൃത്തി മേൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തെ പറ്റി ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന കാലയളവാണ്. और हम इस समय में बहुत सारे परेशानी में है, बाहर नहीं जा सकते हैं, काम बराबर कर नहीं सकते हैं, और आर्थिक समस्या रहता है, और बच्चों की पढ़ाई, हर विषय में देखा जाएगा तो बहुत सारे जो व्याकुलता, चिंता हमारे जीवन में आते हैं. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവവചനം എന്താണ് പറയുന്നത്, എന്താണ് നാം ചിന്തിക്കേണ്ടത് എന്നാണ് ഇന്ന് നാം ആലോചിക്കാൻ പോകുന്നത്. और जो परमेश्वर का वचन, जो नए जन्मे हुए परमेश्वर की लोगों से क्या कहते हैं, वो बातों को हम मनन करना चाहिए. ഹല്ലേലൂയ, हालेलुया. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, कोलोसी का किताब 3रा अध्याय, അതിന്റെ 1-2 വചനങ്ങൾ. और कोलोसी का अध्याय उसका 3रा अध्याय का पहला और दूसरा वचन हम पढ़ेंगे. ആകയാൽ നിങ്ങൾ ചിന്താകുലം, ഹല്ലേലൂയ, നിങ്ങൾ ചിന്താകുലം ഇല്ലാത്തവരായിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞ അതേ പൗലോസ് ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, जो चिंता नहीं करना करके बताया पौलुस कहता है, तुम यीशु मसीह के साथ जिलाया गया है तो, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. और जब तुम मसीह के साथ जिलाया गया तो स्वर्गीय वस्तुओं की खोज में रहो. ഹല്ലേലൂയ. തീർന്നില്ല, अगर खत्म नहीं हुआ उधर, ഭൂമിയിലുള്ളതല്ല, और जो धरती, दूसरा वचन में लिखा है कि वो धरती पर नहीं, धरती की बात नहीं, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീ. और जो स्वर्ग की वस्तुओं की खोज में रहो. ഹല്ലേലൂയ, आमेन, ഹല്ലേലൂയ. आमेन. ചേർന്ന് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട്. सभी लोग अपने हाथों को उठाकर परमेश्वर का धन्यवाद करें. हालेलुया, ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ജനിച്ച ഒരു ദൈവമക്കൾ, ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. और इधर परमेश्वर का वचन कहता है, तुम एक नया जन्म पाया हुआ परमेश्वर की बच्चा है, तो लिखा है कि तुम मसीह के साथ जिलाए गया तो. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? और मसीह के साथ जिलाया जाना मतलब क्या है? ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം, നമുക്ക് റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം, और रोमियो का किताब उसका 6वां वचन, അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. और रोमियो का 6वां अध्याय का 3रा वचन हम पढ़ेंगे. क्या तुम नहीं जानते कि हम सब जिन्होंने
मसीह यीशु का बपतिस्मा लिया, उसके मृत्यु का बपतिस्मा लिया। ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിങ്കൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. और जो मसीह के साथ हमने बपतिस्मा लिया तो हम मसीह की मृत्यु की बपतिस्मा लिया। ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചടക്കപ്പെട്ട് ക്രിസ്തു മരിച്ചു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 6:4 में पढ़ते हैं कि हम तो मृत्यु का बपतिस्मा पाने से हम उसके साथ गाड़े गए, ताकि जैसे मसीह पिता की महिमा के द्वारा मरे हुओं में से जिलाया गया, वैसा ही हम भी नए जीवन की सी चाल चले। ഹല്ലേലൂയ. ഇപ്പോൾ മനസ്സിലായ നാം എങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. और वचन कहता है कि हम कैसे जिलाया गया. അവിടെ വ്യക്തമായിട്ട് ദൈവവചനം പറയുക, സ്നാനത്തിലോ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വാഗൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ക്രൂശ് മരണത്തോട് പങ്കാളിയായി തീർന്ന മരണത്തിൽ ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. और जो प्रभु का वचन के अनुसार जो यीशु मसीह पर विश्वास करने के बाद यीशु की मृत्यु के साथ भागीदारी होने वाला उस पानी में उतरकर पानी में बपतिस्मा लेकर बाहर आते समय वो मसीह के साथ में एक नया जीवन का उसको जिलाए जाते हैं, उसका जीवन नया हो जाता है. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ വീണ്ടും ജനിച്ച ദൈവമക്കളാ എന്ന നാം ഓരോരുത്തരും. और हम सब जो परमेश्वर की वचन के अनुसार नया जन्म पाया हुआ जिलाया हुआ व्यक्ति है. നമ്മെ പറ്റിയാണ് ദൈവവചനം പറയുന്നത്. और हमारे बारे में परमेश्वर का वचन बताता है. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടേ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. और कोलोसी का 3 का 2 में पढ़ते हैं कि तुम पृथ्वी का नहीं परंतु स्वर्ग की वस्तुओं पर ध्यान लगाओ. ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ചാൽ നമ്മളെ പലതും ദുഃഖിപ്പിക്കും. और जो हम पृथ्वी की बातों के बारे में हम सोचेगा तो काफी बातें हमको दुखी करेंगे. എന്നാൽ കർത്താവിന്റെ കാര്യമത്തിൽ ചിന്തിക്കാമെങ്കിൽ നമുക്ക് സന്തോഷത്തിനും പ്രത്യാശയ്ക്കും വകയുണ്ട്. और हम स्वर्गीय बातों की ध्यान लगाएगा, खोजी करेगा तो हमारी आशा टूटेगा नहीं, हम विश्वास में बने रहेंगे. നാം ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്നത് हम ये समय में हैं കർത്താവിന്റെ വ്യക്തമായ ഒരു പദ്ധതി പ്രകാരമാണ്. परमेश्वर का एक बड़ा योजना के कारण है. ഇത് എൻഡ് ടൈമാണ്. और ये आखिरी समय में हम जी रहा है. നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ മണവാളന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. और हमारा जो दुल्हा का समय आने का बहुत करीब हम जी रहा है. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. और इसके लिए हम सभी लोग एक तैयारी कर रहा है. നമ്മൾ ഒരുങ്ങുക മാത്രമല്ല, അനേകരെ ആ കർത്താവിനെ വേണ്ടി ഒരുക്കിയെടുക്കുക, ആ മണവാളന് വേണ്ടി മണവാട്ടിയായി ഒരുക്കിയെടുക്കുവാൻ പ്രാപ്തരായി നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. और हम अपने आप को तैयार करते हैं समय हम दूसरे को भी तैयार कराकर हम आप उस दुल्हा का इंतजार करते हुए हम इन दिनों में जी रहा है. നാം ഇന്ന് നമ്മളെ പറ്റി ആലോചിക്കാതെ हम आज सिर्फ अपने बारे में हम न सोचते हुए കർത്താവ് എന്ത് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിപ്പീൻ. और हमको आज सोचना चाहिए कि परमेश्वर हमारे बारे में क्या सोचता है. ദൈവവചനം പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ, और യോഹന്നാൻ की सुसमाचार में परमेश्वर का वचन कहता है, യേശു തന്നെ, നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷിതാവായ യേശു തന്നെ പറയുകയാണ്. और जो हमारा उद्धार करता यीशु मसीह कहता है. അതിന്റെ 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. और യോഹന്നാൻ की सुसमाचार 15 अध्याय का 16 वचन में लिखा है, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, और उधर ऐसा लिखा है कि तुमने मुझे नहीं चुना, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, और परंतु मैंने तुम्हें चुना है, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, और तुम्हें नियुक्त किया है कि तुम जाकर फल लाए, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. और तुम्हारा
ഹല്ലേലൂയ. നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. और इसके लिए तुमको ठहराया है, रखा है. ഹല്ലേലൂയ. ഇന്ന് ഈ 2020 ये 2020 में ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതി പ്രകാരമാണ്. और जो हम ये 2020 में हम ऐसे रहना चाहिए, परमेश्वर जैसा हमको चाहते हैं और परमेश्वर हमको जैसा रखना चाहते हैं. കർത്താവിന്റെ വ്യക്തമായ ചില പദ്ധതികൾ ഈ ഭൂമിയിൽ നമ്മളിലൂടെ ചെയ്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. आपका और मेरे द्वारा परमेश्वर अपना कुछ योजना पूरा करना चाहता है. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. अभी का जो परिस्थिति ऐसा है कि हम नहीं जानते हैं कि क्या करूं. എന്നാൽ സകലതും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. और जो परंतु सब कुछ जानने वाला एक परमेश्वर हमारे साथ है. നമ്മുടെ കർത്താവ് ആദ്യം തന്നെ അവസാനം അറിയുന്നവനാ. और जो हमारा परमेश्वर है, जो शुरू से पहले आखिरी जानने वाला है. ഹല്ലേലൂയ. हालेलुया. ഈ കാലഘട്ടത്തിന്റെ അവസാനം, കോവിഡിന്റെ അന്ത്യം എന്താണെന്ന് എന്റെ കർത്താവ് വ്യക്തമായി അറിയുന്നുണ്ട്. ये कोविड का आखिरी क्या है, परमेश्वर अच्छी तरह उस बातों को जानता है. അതെന്നെ കേൾക്കുന്ന നാം ഓരോരുത്തർക്കും और मेरी जो आवाज सुनने वाला एक एक व्यक्ति, അത് പൂർണ്ണ നന്മയ്ക്കായി മാറും. और वो पूरा जो भलाई के लिए होगा. ഹല്ലേലൂയ. हालेलुया. വിശ്വസിക്കുന്ന കർത്താവിനെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. जो विश्वास करने वाले अपने हाथों को उठाकर परमेश्वर का धन्यवाद करे. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. और जो परिस्थिति को हम देखेगा तो हम कुछ बोल नहीं सकता है. പ്രതീക്ഷയുടെ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. और आशा का एक शब्द भी बोलने के लिए हमारे पास नहीं है. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനപ്രകാരം നമുക്ക് സന്തോഷിക്കേണ്ട സമയമാണ്. और जो परमेश्वर की बच्चों के बारे में बोलेगा तो वचन के लेकर परमेश्वर के उपस्थिति में बहुत आनंद करना चाहिए. ദൈവവചനം അന്ത്യനാളിൽ ഇതെല്ലാം നടക്കുമെന്നും രാജ്യത്തോടും വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ പലവിധ പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. और परमेश्वर की वचन कहते हैं अंतिम दिनों में जातियों से, देशों से लड़ाई होगा, अकाल होगा. ये सारे वचन परमेश्वर की महामारी होगा, परमेश्वर का वचन में बताया है. ഹല്ലേലൂയ. അപ്പോൾ ഈറ്റുനോവിന്റെ ആരംഭമാകുമ്പോൾ एक बच्चे का जन्म देने का, पीड़ा का, दर्द का समय है. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം और जो नया जन्म पाया हुआ लोगों के बारे में, കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം और जो परमेश्वर की दुल्हन जो कलीसिया है उसके बारे में, കർത്താവിന്റെ മണവാട്ടിയായി വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ മണവാട്ടിയാകുക എന്ന് പറയുന്നത് ഒരു വ്യക്തി യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുകയാണ്. और जो परमेश्वर की कलीसिया नियत तो दुल्हन उसका अर्थ है एक व्यक्ति यीशु मसीह पर विश्वास करेंगे, यीशु मसीह को उद्धारकर्ता ग्रहण करेंगे, बपतिस्मा लेंगे और अपना जीवन प्रभु के लिए समर्पण करना. ഹല്ലേലൂയ. हालेलुया. ആ വ്യക്തിയെ സ്വീകരിക്കാനാണ് എന്റെ കർത്താവ് വരുന്നത്. ऐसा जो तैयारी रखने वाले दुल्हन को स्वीकार करने के लिए, उसको ले जाने के लिए यीशु मसीह आते हैं. ഈ സാഹചര്യം നോക്കിയാൽ നമുക്ക് പ്രത്യാശയ്ക്കോ ഈ സാഹചര്യത്തെ നമുക്ക് നാളെ പറ്റി എന്ത് ആകും എന്ന ആകുലം മാത്രമേ ഉള്ളൂ. और जो हम सोचेगा तब हमारे लिए सिर्फ चिंता व्याकुल बाकी रहता है. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഈ കാലത്തെ പറ്റി നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഈ കാലത്തെ പറ്റി നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. और जो वचन जैसा बताते हैं कि हम स्वर्ग की वस्तुओं की ध्यान रखेगा, सोचेगा तो अभी का कोई विषय हमको व्याकुल नहीं कर पाएंगे. ഹല്ലേലൂയ. हालेलुया. സ്തോത്രം. ഉയരത്തിലുള്ള കർത്താവിന്റെ വലത്ത്, പിതാവാം ദൈവത്തിന്റെ വലത്ത് വാഹത്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യം ചിന്തിച്ചാൽ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, और जो यीशु मसीह जो पिता की दाई हाथ में
विराजमान है और यीशु हमारे लिए क्या रखा है उसके बारे में हम सोचेगा तो ഹല്ലേലൂയ, നമ്മുടെ സകല ആകുലതയും നമ്മെ വിട്ടുമാറും. और हमारे सारे चिंता हमको छोड़कर भाग जाएंगे. ഹല്ലേലൂയ, നമുക്ക് പ്രത്യാശയും സന്തോഷിക്കുവാൻ ഇടയുണ്ട്. और हम आनंद और खुशी मना सकते हैं. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. और एक बार पौलुस के जीवन में आत्मिक अनुभव में तीसरा स्वर्ग तक उठा लिया गया. അതുകൊണ്ട് താൻ ആ മൂന്നാം സ്വർഗ്ഗത്തോളം കണ്ട പൗലോസ് വിളിച്ചു പറയുക, എനിക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാളും കർത്താവിനോട് ചേരുന്നതാ ഏറ്റവും ഉത്തമം. और तीसरा स्वर्ग के अनुभव में जो गया हुआ पौलुस कहता है, अभी मुझे इस धरती पर रहने से मुझे उत्तम है, मुझे अच्छा लगता है कि मैं प्रभु के पास जाऊं. ഞാൻ അതാ കാംക്ഷിക്കുന്നത്, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. और मेरी आशा, मेरा पसंद वही है. എന്നാൽ ഇവിടെ ചില ദൗത്യങ്ങൾ എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നു. और पौलुस कहता है कि अभी भी मेरे इस धरती पर कुछ सेवकाई, कुछ कार्य बाकी है, इसलिए और भी कुछ दिन मुझे रहना पड़ेगा. ഹല്ലേലൂയ. हालेलुया. എന്നെ കേൾക്കുന്ന ദൈവജനമേ, और मेरी आवाज को सुनने वाले परमेश्वर की प्रिय लोगों, ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ और इस समय में हम इस धरती पर हैं, we are in end time. और हम एक अंत के समय में हैं, We are the purpose of God. और हम परमेश्वर की योजना के अनुसार हैं. കർത്താവിന്റെ വ്യക്തമായ ഒരു പർപ്പസിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. और परमेश्वर की खास योजना के कारण आज हम इस जगह पर हैं. हालेलुया. കർത്താവിന്റെ വ്യക്തമായ പദ്ധതി പ്രകാരം ഈ കാലഘട്ടത്തിലെ അന്ത്യനാഴികയിൽ നമ്മെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. और जो परमेश्वर की योजना के अनुसार परमेश्वर ने हमको इस अंतिम दिन में लेके आए हैं. ഹല്ലേലൂയ. हालेलुया. വിശ്വസിക്കുന്നവർ ചേർന്നാർത്തോ സ്തോത്രം ചെയ്താട്ടെ. और विश्वास करने वाले परमेश्वर का धन्यवाद करें. हालेलुया. ഹല്ലേലൂയ. ഇനി നമ്മിലൂടെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. और हमारे द्वारा परमेश्वर ऐसी महान कार्य पूरा करना चाहता है. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഈ കാലത്തിലാക്കി വെച്ചിരിക്കുന്നു. इसलिए परमेश्वर ने हमको इस समय में रखा है. എന്നാൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. और हमको जो बुलाया गया बुलाहट को हम समझना बहुत जरूरी है. ദൈവവചനം പറയുന്നത് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ആക്കി വച്ചിരിക്കുന്നു. और परमेश्वर की वचन एफेसी में हम पढ़ते हैं, परमेश्वर ने कुछ लोग को प्रेरित, कुछ लोग को भविष्यवक्ता, कुछ लोग को शिक्षक, कुछ लोग को चरवाहा, कुछ लोग को सुसमाचार सुनाने वाले करके उसको चुन कर रखा है. എന്തിനു വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? और परमेश्वर ने हमको क्यों ठहराया है? നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ വേണ്ടിയാണ്. और हम एक एक व्यक्ति यीशु मसीह की ढील ढोल तक बढ़ने के लिए है. ഹല്ലേലൂയ. हालेलुया. വിശ്വാസത്തിൽ ദൈവപുത്രനുള്ള പരിജ്ഞാനത്തിലാകണം. और जो हम जो विश्वास में हम यीशु मसीह की पहचान में बढ़ना चाहिए. ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് ആരാണെന്നുള്ള ബോധ്യവും, और जो यीशु मसीह मेरे लिए कौन है करके जानना, ഞാൻ കർത്താവിൽ ആരാണെന്നുള്ള ബോധ്യവുമാണ് ഒരു വ്യക്തിയെ ജയാളിയായി നിർത്തുന്നത്. और मैं यीशु में कौन है वो पहचान एक व्यक्ति को जयवंत में ले जाता है. എങ്കിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ അങ്ങനെയാണ് ജയാളിയായി നിൽക്കുന്നത്. और जो नया जन्म पाया हुआ एक व्यक्ति इस बातों को समझने के द्वारा वो जयवंत जीवन बिताते हैं. ആ തിരിച്ചറിവാണ് വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ച് ജയാളിയായി ജീവിക്കുന്നത്. और जो नया जन्म पाया हुआ उनके जीवन में वो कौन है करके मसीह में उनका पहचान है, वो उनको स्थिर रहने में जय का जीवन बिताने में मदद करता है. ഹല്ലേലൂയ. हालेलुया. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? वो कैसे हम मालूम कर सकता है? ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ള അന്വേഷിപ്പീൻ എന്നാണ് ദൈവവചനം പറഞ്ഞത്. और वचन कहता है, कोलोसी में हमने पढ़ा, तुम मसीह के साथ जिलाया गया तो तुम
स्वर्ग की बातें हैं जो मसीह विराजमान है, उस बातों का ध्यान करो। ഉയരത്തിലുള്ളത് എങ്ങനെ നമുക്ക് അന്വേഷിക്കാൻ പറ്റും? और हम जो ऊंचाई की बातें हम कैसे देख सकता है, ढूंढ सकता है। അതിനുവേണ്ടിയാണ് और അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. इसके लिए परमेश्वर ने पवित्र आत्मा की दान हमारे लिए दिया है, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനും. और जो हमेशा हमारे साथ रहने के लिए. നമ്മൾ വിളിച്ചിട്ട് വന്ന വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. और हम बुलाने से आया हुआ व्यक्ति नहीं है पवित्र आत्मा. കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുന്ന വ്യക്തിയാണ്. और जो परमेश्वर ने हमको दान दिया हुआ है पवित्र आत्मा को. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. और पवित्र आत्मा एक व्यक्ति है. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, ദൈവം തന്നെയാണ്. और पवित्र आत्मा सिर्फ एक व्यक्ति नहीं है, पवित्र आत्मा परमेश्वर है. ഹല്ലേലൂയ. हालेलुया. ആ കർത്താവാണ്, ആ പരിശുദ്ധാത്മാവാണ് കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. ആ ദൈവത്തെയാണ്. जो परमेश्वर पिता ने हमारे लिए दिया हुआ भेंट है, दान है, पवित्र आत्मा. ഹല്ലേലൂയ. സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുവാൻ വേണ്ടി. और पवित्र आत्मा हमको हर सत्य में, सच्चाई में हमको चलाता है. ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? और वो पवित्र आत्मा हमारे जीवन में कैसे कार्य करते हैं? ആ പരിശുദ്ധ ദൈവവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങളിൽ ഇരിക്കുന്നതും നിങ്ങളോട് കൂടെ നടക്കുന്നതുമായ, നിങ്ങളിൽ ഇരിക്കുന്നതും നിങ്ങളോട് കൂടെ നടക്കുന്നതുമായ. और यूहन्ना की 14 में लिखा है कि जो तुम्हारे साथ रहता है और तुम्हारे साथ चलता है. ഹല്ലേലൂയ. നിങ്ങൾ നമ്മിൽ ഇരിക്കുന്നതും നമ്മളോട് കൂടെ ചേർന്ന് നടക്കുന്നതുമായ പരിശുദ്ധാത്മാവിനെ. और पवित्र आत्मा के बारे में लिखा है कि जो हमारे अंदर वास करता है और हमारे साथ में चलता है. ഒരിക്കൽ एक बात, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. और जो यूहन्ना का सुसमाचार 14 अध्याय का 17 वचन में आपसे बात कर रहे हैं. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. और अर्थात सत्य की आत्मा जिससे संसार ग्रहण नहीं कर सकता, क्योंकि वह ना उससे देखता है और ना उससे जानता है. तुम उससे जानते हो क्योंकि वह तुम्हारे साथ रहता है और वह तुम में होगा. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ इस वचन जब पढ़ते हैं, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, और मैंने प्रभु से पूछा, है परमेश्वर, ഈ വചനം എങ്ങനെയാ എനിക്ക് മനസ്സിലാക്കി തരണം. इस वचन मुझे समझाइए करके मैंने प्रभु से प्रार्थना किया. ഒരു പരിശുദ്ധമാം വ്യക്തി, और जो पवित्र आत्मा, വചനം പറയുന്നു, നമ്മിൽ ഇരിക്കുകയും നമ്മളോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. और जो पवित्र आत्मा हमारे साथ रहता है और हमारे अंदर रहता है. ഹല്ലേലൂയ. ഇതെങ്ങനെ സാധിക്കും? ये कैसे होगा? ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. और परमेश्वर ने मुझे एक दर्शन दिखाया. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ और मैं जब प्रार्थना कर रहे थे, ഞാൻ ഒരു കുടം കണ്ടു. और मैंने एक मटका को देखा. അതിൽ ഹല്ലേലൂയ, അതിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു വരുന്നത് ഞാൻ കാണുകയാണ്. और जो मटका के अंदर पानी भरते भरते ऐसा भरते जा रहा है मैं देखा. ഈ വാനി നിറഞ്ഞു വരുമ്പോൾ, और जो बर्तन जो पानी बढ़ते बढ़ते जा रहे थे, അതിന്റെ പകുതിയായി, അതിന്റെ മുക്കാലായി, आधा हो गया, और बढ़ गया, മുക്കാൽ അതിന്റെ തുളുമ്പയാകാറായപ്പോൾ, और एकदम वो पूरा ऊपर तक आ गया. പെട്ടെന്നൊരു കാഴ്ച കാണുകയാണ്. और मैंने ऐसे एकदम एक बातों को देख रहा है. ആ കുടം വെള്ളത്തിൽ, ആ കുടത്തിന് ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. और जो मटका है, जो बर्तन है, उसका पूरा वो पानी भर गया और पूरा पानी बहने लगा और पूरा पानी पानी हो गया. ഹല്ലേലൂയ. हालेलुया. ആ കുടം ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനകത്താണ്, വെള്ളം അതിനകത്തുമാണ്. और जो अभी जो पानी है वो मटका के अंदर है और वो मटका के पूरा बाहर भी पानी है. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, और जो प्रभु का राज्य में है, ये
परमेश्वर की बच्चे के बारे में പരിശുദ്ധാത്മാവിലാകുക എന്നതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. और सबसे जो महत्वपूर्ण बात यही है हम पवित्र आत्मा में पूरा तरह हो जाए. നിങ്ങളിൽ ഇരിക്കുന്നതും നിങ്ങളോട് കൂടെ ഇരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് तुम्हारे अंदर वास करता है और तुम्हारे साथ में रहता है पवित्र आत्मा. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലാണ് നിറയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. और सबसे पहले हम परमेश्वर की आत्मा की उपस्थिति को हमारे हृदय के अंदर हम जानना अनुभव करना चाहिए. ഞാൻ ആ ദർശനത്തിൽ ആദ്യം കണ്ടത് ആ കുടം ഇരിക്കുന്ന പ്രതലത്തിൽ ആ ഇരുന്ന സ്ഥലങ്ങളിൽ ഒന്നും വെള്ളം കണ്ടില്ല. और जो मैं पहले जो दर्शन में देख रहा था शुरुआत में और जो मड़का के आसपास किधर भी पानी नहीं थे. എന്നാൽ അതിന്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു വരുന്ന കണ്ടപ്പോൾ उसके अंदर थोड़ा पानी आया और बढ़ते बढ़ते गया और पूरा भर गया. അതിന്റെ ഉള്ളിൽ നിറഞ്ഞു വന്നപ്പോൾ പിന്നീട് കാണുന്നത് അത് പൂർണ്ണമായി വെള്ളത്തിനകത്തിരിക്കുന്നതാണ്. और बाद में वो मटका पूरा भरने के बाद पूरा आसपास मटके के बाहर और पूरा जो आसपास पूरा जगह पानी से भर गया. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം ഇവിടെ പറയുന്നത് നിങ്ങളിൽ ഇരിക്കുന്നതും നിങ്ങളിൽ വസിക്കുന്നതും നിങ്ങളിൽ ഇരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ്. इसलिए परमेश्वर का वचन कहता है तुम्हारे अंदर वास करता है और तुम्हारे साथ रहता है पवित्र आत्मा. ഹല്ലേലൂയ. നമ്മിൽ അന്നേരം ഇത് നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ നിറയണം. और इसलिए हमारे अंदर पवित्र आत्मा से हमारा हृदय भरना चाहिए. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം और जो एक व्यक्ति जो पवित्र आत्मा से भरा हुआ उनके बारे में ആ വ്യക്തിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. और जो पवित्र आत्मा से भरा हुआ एक व्यक्ति है उसका कोई भी मर्यादा नहीं है, लिमिट नहीं है. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് പാസ്പോർട്ട് വേണമെന്നില്ല. और वो व्यक्ति के लिए पासपोर्ट का कोई जरूरत नहीं किधर जाने के लिए. ആ വ്യക്തിക്ക് ആത്മാവിൽ യാത്ര ചെയ്യാൻ സാധിക്കും. और जितना वो आत्मा में भरे रहेंगे वो आत्मा में सफर भी कर सकता है. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയത് കാണാൻ സാധിക്കാം. और जो प्रेरितों के किताब में फिलिपोस को पवित्र आत्मा लेके गया हम पढ़ते हैं. പരിശുദ്ധാത്മാവിൽ നിറയുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യം. और हमारे जीवन में इस समय में हमारा सबसे महत्वपूर्ण जरूर बात यही है हम पवित्र आत्मा से भरा हुआ होना चाहिए. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ഒരാകുലവും ഒരു ബാധയും അവന്റെ മേൽ അടുക്കുകയില്ല. जो पवित्र आत्मा से भरा हुआ एक व्यक्ति के बारे में ऐसा है कि दुनिया का कोई चिंता दुनिया की कोई बातें उनका जीवन को छू नहीं पाएंगे. हालेलुया ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സകല നിയമത്തിനും അധീനനാണ്. और जो सारे वो व्यक्ति सारे नियम के ऊपर है. ഹല്ലേലൂയ. സ്വർഗീയ കരങ്ങളിലാണ് അവൻ ഇരിക്കുന്നത്. ആ വ്യക്തി स्वर्ग की परमेश्वर की हाथों में रहता है. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് और जो पवित्र आत्मा की जो भरपूरी में रहने वाले व्यक्ति को ഉയരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. और जो स्वर्ग की बातें हैं वो समझ सकता है. ഈ ഭൂമിയിൽ നടക്കുന്ന എന്ത് കാര്യത്തിനും और जो पृथ्वी में जो चल रहा है हर बातों को അതിന്റെ സ്പിരിച്വൽ മേഖലയിൽ ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട്. और जो हर जो भौतिक जो मंडल में होने वाले हर बातों को आत्मिक जो उसका जो लेने देना रहता है. അത് തിരിച്ചറിയണമെങ്കിൽ और वो समझने के लिए പരിശുദ്ധാത്മാവുള്ള ബന്ധം നമുക്ക് അനിവാര്യമാണ്. और जो समझने के लिए हमको पवित्र आत्मा के साथ वो रास्ता बहुत जरूरी है. കർത്താവുമായുള്ള ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ और जो पवित्र आत्मा के साथ हमारे रास्ता ठीक है നമ്മുടെ മുമ്പിൽ വരുന്ന ഏതു സാഹചര്യത്തെ ആത്മീയമായി നമുക്ക് വിവേചിക്കാൻ കഴിയും. और हमारे पास आने वाले कोई भी जो बातों को हम उसको परख सकता है. ആ വിവേചിക്കുന്നത് കൂടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ നമുക്ക് ശാസിക്കാൻ കഴിയും. हम उसको जानने के कारण क्या हो सकता है इसके पीछे कार्य करने वाले शैतान की जो कार्य को हम दूर कर सकता है. നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ച കർത്താവാണ്. और जो हमारा परमेश्वर सब कुछ सब बातों के ऊपर जय पाया हुआ परमेश्वर है. നമ്മുടെ കർത്താവ് സകലത്തിന്റെ ജയാളിയാണ്.
और जो हमारा परमेश्वर है दुनिया के ऊपर जय पाया है। അവൻ രാജാതി രാജനും കർത്താതി കർത്താവുമാണ്. वो राजाओं का राजा है और प्रभुओं का प्रभु है. സകലത്തിന്റെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്. और सब कुछ जो स्थिर करने वाला, जो सही जगह पर लाने वाला वो है. അവൻ ആദ്യം തന്നെ അന്ത്യം അറിയുന്നവനാണ്. और शुरुआत से पहले वो आखिरी को जानने वाला है. ആൽഫ ഒമേഗയാണ്. वो अल्फा और ओमेगा है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് നമ്മെ പറ്റി നാം ജീവനോടെ ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ आज हम इस धरती पर जीवित रहते समय നമ്മെ പറ്റി കർത്താവിന് സ്വർഗത്തിന് വലിയ പദ്ധതികളുണ്ട്. और हमारे बारे में परमेश्वर को स्वर्ग में बड़ी योजना है. ചെറിയ പദ്ധതികളൊന്നുമല്ല, और छोटी योजना नहीं है, വലിയ പദ്ധതികൾ. और परमेश्वर को हमारे बारे में बड़ी योजना है. വലിയ പദ്ധതികൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. और परमेश्वर ने हमारे लिए बड़ी योजना रखा है. നമ്മളിലൂടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. और जो योजना परमेश्वर हमारे द्वारा पूरा करना चाहता है, അത് നമ്മളിലൂടെ തന്നെ ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. और जो परमेश्वर हमारे द्वारा ही वो करने के लिए प्रभु की इच्छा है. അതിനുവേണ്ടിയാണ് നാം ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടത്. और इसलिए हम वो स्वर्गीय वस्तुओं की ध्यान करना चाहिए. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. पृथ्वी की नहीं, स्वर्ग की वस्तुओं की ध्यान करो. അതുകൊണ്ടാണ് യേശു പറഞ്ഞ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. इसलिए प्रभु यीशु मसीह ने कहा पहले परमेश्वर का राज्य और उसकी धार्मिकता की खोज करो. ബാക്കി അതോട് കൂടെ വന്നു ചേരും. ऐसा करेगा तो बाकी सब कुछ उसके साथ मिल जाएगा. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, और इस धरती पर हमारे लिए सारे कार्य को, നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടിയത്, हमारा पारिवारिक जीवन के लिए, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയത്, हमारे बच्चों के लिए, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയത്, हमारा जो शरीर के लिए, നമ്മുടെ വസ്തുവകൾക്ക് വേണ്ടിയത്, हमारा जो संपत्ति के लिए, നമ്മുടെ കന്നുകാലികൾക്ക് വേണ്ടിയത്, हमारे जानवरों के लिए, നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടിയത്, हमारे गाड़ी के लिए, ഏത് കാര്യവും എന്റെ കർത്താവിന് വ്യക്തമായിട്ടറിയാം. और सारे कार्य परमेश्वर अच्छी तरह जानता है. ആ കർത്താവുമായിട്ടാ നമുക്ക് ഇന്ന് ബന്ധം. और हमारे जो संबंध है परमेश्वर उसके साथ है. ആ വ്യക്തി, ऐसा एक व्यक्ति ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ടതല്ല. और इस पृथ्वी की बातों को जो सोचकर परेशान होने का नहीं है. നമുക്ക് ചേർന്ന് ഒന്നിച്ചു പറയാം. हम मिलकर इस बातों को कहेंगे. We are in the perfect plan of God. और हम सब परमेश्वर की उद्देश्य में हैं. Hallelujah. We are in the perfect plan of God. हम सब परमेश्वर की उस योजना में हैं. Hallelujah. सभी लोग कहे हम सब परमेश्वर की इस योजना में हैं. हालेलुया. Hallelujah. हालेलुया. ഈ സാഹചര്യം കഴിഞ്ഞ ഞാൻ വെളിയിൽ വരും. और इस परिस्थिति के बाद हम बाहर आ जाएंगे. ഇപ്പോൾ കടന്നു പോകുന്നത് എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. जो कुछ भी अभी मेरे जीवन में हो रहा है वो भी मेरे जीवन के लिए भलाई का परमेश्वर कर सकता है. मेरा परमेश्वर के ऊपर जो वो करने के लिए वो शक्तिमान है. ഹല്ലേലൂയ. हालेलुया. എന്റെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. और हमारा परमेश्वर हमको बुलाए हैं. അതുകൊണ്ടാ യേശു പറഞ്ഞ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, इसलिए यीशु मसीह ने कहा मैंने तुमको चुना नहीं, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. और तुमने मुझे नहीं चुना, मैंने तुमको चुना. यीशु ने कहा നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്, और फल लाने के लिए, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്, और तुम्हारा फल बने रहने के लिए നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. इसके लिए तुमको रखा है, ठहराया है. ഹല്ലേലൂയ. हालेलुया. നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് हमारे एक करीब दोस्त വിവാഹത്തിന് തന്റെ ബന്ധുവിനെ അല്ലെ തന്റെ മക്കളുടെ ഒരു വിവാഹത്തിന് വിളിക്കുമ്പോൾ और जो दोस्त हमको उसकी शादी के लिए बुलाते समय അവിടെ നമുക്ക് വേണ്ടി പാർട്ടി ഒരുക്കും. और जो हमको बुलाने के बाद वो पूरा भोजन का भी
पूरा तैयारी करते हैं। നാം അവിടെ ചെന്ന് ഇന്ന് എനിക്ക് ഭക്ഷണം കിട്ടുമോ, ഇന്ന് ആ പാർട്ടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. और हम वो पार्टी में जाने के लिए हम ऐसे सोचना नहीं चाहिए कि जाने के बाद मुझे खाना मिलेगा क्या, मैं जाएगा तो उधर सुविधा होगा क्या, हम सोचने का कोई जरूरत नहीं है। എന്തുകൊണ്ടെന്നാ क्यों? ആ വ്യക്തി താൻ വിളിച്ചിരിക്കുന്ന ഓരോ കൂട്ടുകാർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടുന്ന ആഹാരം ഒരുക്കി വെച്ചതിന് ശേഷമാണ് നമ്മെ വിളിച്ചത്. क्योंकि वो जो दोस्त हमको जो बुलाए हैं शादी के लिए, तो वो बुलाने के बाद वो जो जिसको बुलाए हैं उनके लिए पूरा सुविधा, बैठने के लिए, खाने के लिए पूरा तैयारी करने के बाद बुलाता है। അതുപോലെ തന്നെ वैसा ही നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, वैसा भी हमारा परमेश्वर हमको बुलाया है। നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യമാണോ വേണ്ടതെന്ന്, और ये समय में हमारे लिए क्या क्या जरूरत है, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, और जो परमेश्वर हमारे द्वारा क्या क्या करना चाहते हैं, അതെല്ലാം മുന്നമേ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. और परमेश्वर ने पहले से हमारे लिए ठहरा है। ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. और एक छोटा एग्जाम्पल आपसे कहता हूँ। നമ്മൾ എത്ര പ്രാവശ്യം ശ്വസിച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ? ഓക്സിജൻ ഇന്ന് हम कितना बार श्वास लेते हैं, हम कितना उसका कोई नाप करते हैं क्या, गिनते हैं? ഇന്ന് നമുക്ക് വേണ്ടിയതും നാളെ നമുക്ക് വേണ്ടിയതും എന്റെ കർത്താവ് ഈ പ്രപഞ്ചത്തിൽ ഓക്സിജനും വെള്ളവും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. और आज हम जितना श्वास लेते हैं, कल लेते हैं, और हमारा जीवन के लिए और पानी सारे सुविधा परमेश्वर ने हमारे लिए पहले से ठहरा के बना के रखा है। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ വലിയൊരു കർത്താവിലാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. और ऐसा हमारा परमेश्वर महान है, उस पर जिस पर हमारा भरोसा है। ആ കർത്താവിന്റെ വ്യക്തമായ ഒരു പദ്ധതി പ്രകാരമാണ് നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിലായിരിക്കുന്നത്. और वो परमेश्वर की खास योजना के कारण हम इस जगह पर इस समय पर है। ആ പദ്ധതി എന്താണെന്ന്, നമ്മളെ പറ്റിയുള്ള പദ്ധതി നാം തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകണം. और जो हमारे बारे में परमेश्वर की योजना को हम समझकर हम आगे जाना चाहिए। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ऐसा जो अपने परमेश्वर की उनके जीवन के लिए योजना को जो समझने वाले एक व्यक्ति के बारे में, ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ആ പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. और मैंने जैसा बताया, तो आपको परमेश्वर की योजना को अच्छी तरह जानना है, तो पवित्र आत्मा के साथ आप संगति करने से ही आप समझ सकता है। ആ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന ഏത് കാര്യവും അതിൽ നിന്ന് വിടുതലുണ്ട്, അതിൽ നിന്ന് ജയാളിയാണ് എന്ന ബോധ്യത്തോടുകൂടെ ജയകരമായി നടക്കുവാൻ സാധിക്കും. और जो पवित्र आत्मा के साथ जिसकी संगति है, पवित्र आत्मा के साथ जो चलता है, वो आज का परिस्थिति में भी आनंद के साथ जय में अपने जीवन को बिताता है। ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തലന്മാരെ കാണാം. और जो प्रेरितों के बारे में हम देखते हैं, അപ്പോസ്തലനായ പത്രോസിനെ യോഹന്നാനെ കാരാഗൃഹത്തിലിട്ടു. और जो प्रेरित जो पौलुस और शिलासों को कारागृह में डाला, പൗലോസിനെ ഇട്ടു, പത്രോസിനെ और ഇട്ടു. पत्रोस को भी डाला, पौलुस को भी डाला। അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അവിടെ ഉറങ്ങുന്നത് കാണാം. और जो प्रेरितों की किताब में जब हम पढ़ते हैं, तो पत्रोस जेल के अंदर सो रहा है। ആരാധനയെ മറ്റൊരു ഭാഗത്ത് അവർ ആരാധിക്കുന്നതായിട്ട് കാണാം. और जो पौलुस और शिलास के बारे में देखते हैं कि जेल के अंदर वो लोग आराधना करते हैं। ഹല്ലേലൂയ. हालेलुया। സാഹചര്യം നോക്കിയാൽ അവർക്ക് പറ്റുന്ന കാര്യമല്ല. और जो परिस्थिति देखेगा तो जेल के अंदर सो नहीं सकता है। ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളായതുകൊണ്ട് അവർക്ക് ആ സാഹചര്യത്തിനേക്കാൾ അധീനമായി സ്തോത്രം ചെയ്യാൻ കഴിയുന്നു. और जो पवित्र आत्मा से भरा हुआ व्यक्ति था, इसके लिए वो परिस्थिति के बाहर, परिस्थिति के विरुद्ध वो लोग सो भी सकता है, परिस्थिति का विरुद्ध वो लोग आराधना भी कर सकता है। हालेलुया। ആ സാഹചര്യത്തിനേക്കാൾ അധികമായി അവർക്ക് സന്തോഷിക്കാൻ, ആരാധിക്കാൻ സാധിക്കുന്നു. और जो परिस्थितियों को भूलकर वो परिस्थिति के विरुद्ध वो लोग आनंद कर सकता है, आराधना करके खुशी मना सकता है। അതുകൊണ്ട് നാം ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായി നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറയുക എന്നതാണ്. और इसलिए ये समय में हमारा जीवन
जीवन में सबसे खास बात चाहिए, हम पवित्र आत्मा से भरना चाहिए। ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നാം ചിന്തിച്ചുകൊണ്ട് ജയകരമായി की बात नहीं, हम स्वर्ग की बातों को ध्यान रखते हुए ജയകരമായി ജീവിക്കുവാൻ, और जय का जीवन बिताने के लिए, ഭയത്തോടെ അല്ല, और डरते हुए नहीं, ജയകരമായി ജീവിക്കുവാൻ, जय के साथ जीवन बिताने के लिए, സന്തോഷത്തോടെ ജീവിക്കുവാൻ. और खुशी के साथ, आनंद के साथ बिताने के लिए। ക്രിസ്തീയ ജീവിതം ഒരു ജയകരമായ ജീവിതമാണ്. और मसीह जीवन एक जय का जीवन है। യേശു ക്രിസ്തുവിലുള്ള വ്യക്തി, യേശു ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തി ജയാളിയാണ്. और यीशु में जन्मा हुआ एक व्यक्ति, मसीह व्यक्ति एक जयवंत व्यक्ति है। ആ വ്യക്തി ഭൂമിയിലുള്ളത് ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല, ഉയരത്തിലുള്ള ചിന്തിച്ച്. वो व्यक्ति पृथ्वी के बारे में सोचकर परेशान होने का जरूरत नहीं। ഉയരത്തിലുള്ള ചിന്ത സന്തോഷത്തോടെ ആരാധിക്കേണ്ട ആ സാഹചര്യമാണ് ഇന്ന് നാം ഓരോരുത്തർക്കും ഉള്ളത്. स्वर्ग की बातों को देखकर वो परमेश्वर को आराधना करना चाहिए। നമുക്കൊന്നുകൂടെ പറയാം, we are in the perfect plan of God. और फिर एक बार मेरे साथ कहिए, हम परमेश्वर की सिद्ध योजना में हैं। सभी लोग कहे, मैं परमेश्वर की सिद्ध योजना में है, मैं परमेश्वर की सिद्ध योजना में है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് ഞാൻ ഇനി കുലുങ്ങുകയില്ല, ഞാൻ ഇനി ഭയപ്പെടുകയില്ല. इसलिए मैं डरेगा नहीं, इसलिए मैं डगमगाएगा नहीं। ഈ കടന്നു പോകുന്ന സാഹചര്യം എനിക്ക് നന്മയ്ക്കായി കൂടി മാറിയിരിക്കും. और जो परिस्थिति से मैं जा रहा हूँ, मेरे लिए भलाई का होगा। യേശു കർത്താവായ ഞാൻ എന്റെ ജീവിതത്തിൽ, ഇത് എന്റെ ജീവിതത്തിലും എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ തലമുറയുടെ ജീവിതത്തിലും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. और जो प्रभु से प्यार करते हैं, मेरे लिए, मेरे परिवार के लिए, मेरे बच्चों के लिए, मेरा जीवन के लिए, भलाई के लिए भी होगा। ഹല്ലേലൂയ. हालेलुया। സ്തോത്രം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. इसलिए रोम का 8 कहता है, जो प्रभु से प्यार करते हैं उनके लिए सब बात मिलकर भलाई को उत्पन्न करता है। Thank you Jesus. हालेलुया। Thank you my Lord. हालेलुया। ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിന്മേലും തന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന കാര്യം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് പരസ്പരം ധൈര്യത്തോടെ ആത്മാവിൽ നിറഞ്ഞവരായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജയകരമായി ഈ കാലഘട്ടത്തിൽ വാഴുവാൻ നമ്മളെ ആക്കിയിരിക്കുകയാണ്. और जो परमेश्वर इस समय में हम जय के साथ बिताने के लिए और जयवंत जीवन बिताने के लिए हर परिस्थिति में न डरते हुए हम आगे कदम रखकर जाने के लिए परमेश्वर हमारे बारे में चाहते हैं। നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. सभी लोग अपने आंख को बंद करेंगे, हम प्रार्थना करेंगे। Thank you Jesus. വാ തുറന്ന അന്യഭാഷയിൽ സ്തോത്രം ചെയ്താട്ട് കർത്താവെ, ഞങ്ങൾ ഭൂമിയിലുള്ള ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ, ഉയരത്തിലുള്ള കർത്താവിന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിലുള്ളത് ചിന്തിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവെ, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സ്തോത്രം ചെയ്തുകൊണ്ട്, और जो आत्मा में भरा हुआ व्यक्ति होकर हालेलुया भजन गाते हुए आनंद में परमेश्वर को हमेशा स्तुति करते हुए, കർത്താവെ, തമ്മിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ സ്തുതിക്കുന്ന കർത്താവേ. एक दूसरे के साथ प्रभु की स्तुति करते हुए, भजन गाते हुए जीने के लिए परमेश्वर पिता सहायता कर। കർത്താവേ, ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ये सुनते हैं एक एक व्यक्ति के लिए मैं प्रार्थना करता हूँ। കർത്താവെ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. और बीमार से कोई भी ग्रसित है, यीशु के नाम से वो चंगा हो जाए। കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, यीशु के नाम से हम प्रार्थना करते समय അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം കർത്താവെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. यीशु के घोड़े
दिखाने से शंघाई एक एक शरीर में प्रकट हो जाए। യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഓരോ വ്യക്തികളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. यीशु के नाम से हम प्रार्थना करते हैं, एक को आपके हाथ में देते हैं पिता। സ്കിൻ അലർജികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. और स्किन की एलर्जी है, यीशु के नाम से वो छोड़ने के लिए हुक्म देते हैं। യേശുവിന്റെ നാമത്തിൽ തലവേദനയായിട്ടിരിക്കുന്ന, തലയ്ക്ക് ഭാരമായിട്ടിരിക്കുന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, ആകുലമായിട്ട് ഭാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ സമാധാനത്താൽ നിറയപ്പെടുമാറാട്ടെ. और जो लोग सिर दर्द है और व्याकुल के साथ, चिंता के साथ बैठे हैं, परमेश्वर की शांति इस समय उनका जीवन में आ जाए। അത് വ്യക്തമായി ഈ രാത്രികാലം തിരിച്ചറിയട്ടെ, അവർ രുചിച്ചറിയട്ടെ. आज उस परमेश्वर का स्पर्श अच्छी तरह वो समझने के लिए सहायता कर। താങ്ക് യു മൈ ലോർഡ് ജീസസ്. യേശുവെ അങ്ങ് തൊട്ടിരിക്കാൻ, അങ്ങ് പ്രവർത്തിച്ചിരിക്കാൻ നന്ദി. परमेश्वर पिता धन्यवाद, आपने लोगों को छुआ, धन्यवाद। കർത്താവെ, അവരുടെ ഓരോ മക്കളുടെ മേലും ഇന്ന് ഈ രാത്രികാലം തൊട്ടിരിക്കാൻ നന്ദി കർത്താവേ. परमेश्वर आप एक एक जीवन को, रात को छुआ, इसके लिए धन्यवाद। അവരുടെ തലമുറ ഓർത്തു വേണ്ടി പ്രാർത്ഥിക്കുന്നു. उसके बच्चों के लिए मैं प्रार्थना करता हूँ। അവരുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. उनकी जॉब के लिए प्रार्थना करता हूँ। അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. उनकी शरीर की चंगाई के लिए प्रार्थना करता അവരുടെ हूँ। സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. उनकी आर्थिक परिस्थिति के लिए प्रार्थना करता हूँ। മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെ വന്നു ചേരുമെന്ന ദൈവവചനമാകയാൽ और जो पहले परमेश्वर का राज्य और उसकी धार्मिकता की खोज करे, सारे चीजें मिल जाएगा परमेश्वर की वचन के अनुसार। കർത്താവേ, ഇവർ ഓരോരുത്തരും ഇന്ന് ഈ രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ और आज एक एक व्यक्ति जो प्रभु की उपस्थिति में बैठते समय കർത്താവിന്റെ ആത്മാവിനാൽ നിന്റെ മക്കളെ നിറയ്ക്കണം. സകല നുഖങ്ങളെയും അവരെ उनको भर दे परमेश्वर पिता। സകല നുഖങ്ങളും തകർക്കുന്ന പരിശുദ്ധാത്മ ശക്തി നിന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായി നന്ദി കർത്താവേ. सारे जुआ को तोड़ने वाला परमेश्वर की आत्मा की अभिषेक उनके ऊपर उतरने दे। കാലിന്റെ മുട്ടിലിന്റെ താഴെയായിട്ട് സ്കിൻ അലർജി ആയിരിക്കുന്ന വ്യക്തിയുടെ മേൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. और जो व्यक्ति है जिसके घुटने के नीचे स्किन एलर्जी है, यीशु के नाम से वो चंगा हो जाए। ആ വെയിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു കർത്താവേ. जो वेइन की जो बीमारी है, यीशु के नाम से उनके शरीर को छोड़ने के लिए हुक्म देते हैं। യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകാം. यीशु के अधिकार नाम से चंगा हो जाए। സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി കർത്താവേ. प्रभु आपने चंगाई दिया, धन्यवाद। കർത്താവേ, വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടെയുള്ള ഓരോ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ നിറവും സാന്നിധ്യവും ബലവും ശക്തിയും ഇവരുടെ ശുശ്രൂഷമേലും ആ ദേശത്തിന്മേലും കർത്താവെ ഭാരതത്തിന്മേലും അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കാൻ നന്ദി കർത്താവെ. അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. आमीन, हालेलुया, हालेलुया। परमेश्वर सबको आशीष करे, हालेलुया, ആമേൻ. താങ്ക് യു വെരി മച്ച്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.